കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ മൂന്നാമത്തെ പ്രോബ്ലം സെറ്റാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ രണ്ട് സെറ്റിൽ 10 ചോദ്യം നമ്മൾ നോക്കിയിരുന്നു. 11ാമത്തെ ചോദ്യം, ഇഫ് y1 and y2 are linearly independent solution of a differential equation f of dy is equal to x, then y1 plus y2 are solution of which of the following equation? y1 ഉം y2 ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെങ്കിൽ, that is for a differential equation f of dy is equal to x. ഇവിടെ f of d എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എക്സാമ്പിൾ ലൈക്ക് ഡി സ്ക്വയർ പ്ലസ് 2d പ്ലസ് 1 ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y1 പ്ലസ് y2 എന്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചാണ് ഒരു ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? c1y1 പ്ലസ് c2y2 എന്ന് എഴുതാം. ഓക്കെ, അതായത് y1 ഉം y2 ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെങ്കിൽ c1y1 പ്ലസ് c2y2 എന്താണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. സപ്പോസ് c1 ഉം c2 ഉം 1 ആണെങ്കിൽ എന്ത് കിട്ടും? വി ഗെറ്റ് y1 പ്ലസ് y2 എന്ന് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. y1 ഉം y2 ഉം എന്തിന്റെ സൊല്യൂഷൻ ആയിരിക്കും? എന്തിന്റെ ആയിരിക്കും? ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ. അപ്പോൾ ഹോമോജീനിയസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക, എഫ് ഓഫ് ഡി വൈ ഈസ് ഈക്വൽ ടു എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ ആ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേമിനെ എന്ത് ചെയ്യണം? 0 ആക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ഡി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ y1 പ്ലസ് y2 എന്തിന്റെ സൊല്യൂഷൻ ആണ്? ഈ പറയുന്ന therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. given e raised to 3x and e raised to 4x are linearly independent solution, then the homogeneous differential equation is given by. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് e raised to 3x ഉം e raised to 4x ഉം ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? I can write c1y1 plus c2y2, that is c1 e raised to 3x plus c2 e raised to 4x. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ റൂട്ട് എന്തായിരിക്കണം? d should be is equal to 3 and d should be is equal to 4 ആയിരിക്കണം. അപ്പൊ അങ്ങനെ റൂട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ d is equal to 3 ഉം 4 ഉം ആണെങ്കിൽ എങ്ങനെ ഓക്സിലറി ഇക്വേഷൻ എഴുതാം? that is d minus 3 into d minus 4 is equal to 0. അപ്പോൾ എനിക്ക് എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d minus 3 into d minus 4 into y is equal to 0. ഈ ഇക്വേഷൻ എങ്ങനെ വരും? d square minus 7d plus 12 y is equal to 0. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? I can write y double dash minus 7y dash plus 12 is equal to 0. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ചോദ്യം, given e raised to 3x and x into e raised to 3x are linear independent solution, then the homogeneous differential equation is given by. ഇവിടെ നോക്കാം, ഇവിടെ e raised to 3x ഉണ്ട്, രണ്ടാമത്തത് x into e raised to 3x ഉണ്ട്. അതിനർത്ഥം എന്താണ്? നമ്മുടെ റൂട്ട്സ് റിപ്പീറ്റഡ് ആണ്. നമ്മുടെ റൂട്ട് റിപ്പീറ്റഡ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരുന്നു വരുന്നത്? c is equal to c1 plus c2x into e raised to mx എന്ന് വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? c1 e raised to mx plus c2x into e raised to mx. ഇവിടെ m ആണ് നമ്മുടെ റൂട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, e raised to 3x ഉം x into e raised to 3x ഉം. അങ്ങനെ വരണമെങ്കിൽ ഇവിടെ x into e raised to mx എന്ന് വരണമെങ്കിൽ റൂട്ട്സ് എന്തായിരിക്കണം? റൂട്ട് റിപ്പീറ്റഡ് ആയിരിക്കണം. ആ റൂട്ട് ഏതാണ്? d is equal to 3 ആണ് ആ റൂട്ട് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? റൂട്ട് d is equal to 3, 3. that is d minus 3 the whole square is equal to 0 ആണ് ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d minus 3 the whole square y is equal to 0. therefore this equation എനിക്ക് എങ്ങനെ എഴുതാം? I can write d square minus 6 times d plus 9 into y is equal to 0. ഇപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാം? I can write y double dash minus 6y dash plus 9 is equal to 0. ഇതാണ് നമ്മുടെ ആൻസർ.
അടുത്ത നോക്കാം 14ാമത്തെ ചോദ്യം. Sin 4x and cos 4x are linearly independent solution of which of the following? നമുക്ക് എപ്പോഴാണ് sin 4x cos 4x കിട്ടുന്നത്? a plus ib എന്ന കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ CF എന്തായിരുന്നു? e raised to ax c1 cos bx plus c2 sin bx. ഈ തന്നിരിക്കുന്ന sin 4x നും cos 4x നും നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? b 4 ആണെന്നാണ്. a എന്താണ്? a 0. That is root എന്താണ് അപ്പോൾ? 0 plus or minus 4 times i or plus or minus 4i. അപ്പോൾ റൂട്ട് എങ്ങനെ എഴുതാം? റൂട്ട് d is equal to ഒന്നെങ്കിൽ 4i അല്ലെങ്കിൽ minus 4i. Therefore d plus 4i into d minus 4i equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. ഇതിൽ നിന്നും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? d plus 4i into d minus 4i y is equal to 0. This one I can write d square. ഇത് a plus b into a minus b എന്ന ഫോർമാറ്റ് ആണ്. Therefore a square എന്ന് പറഞ്ഞാൽ d square minus b square. അപ്പോൾ i square minus ആണ്. Therefore this minus becomes plus 4 square എന്ത് വരും? 4 square 16 y is equal to 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. 15ാമത്തെ ചോദ്യം. 4y triple dash plus 4y double dash plus y dash is equal to 0. Find the complementary function. പിന്നെ എങ്ങനെ എഴുതാം? ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം? 4d cube plus 4 times d square plus d is equal to 0. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഇല്ല. 4d cube plus 4d square plus d is equal to 0 ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? d is equal to 0 ഒരു ഫാക്ടർ ആണെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ d വെളിയിൽ എടുക്കുകയാണ്. Therefore I get d into 4 times d square plus 4d plus 1 is equal to 0. That is d is equal to 0 ഒരു ഫാക്ടർ ആണ്. അടുത്തത് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. 4d square plus 4d plus 1. 4d square plus 4d plus 1 is equal to 0. ഇതിനെ കംപ്ലീറ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. Therefore I get d square plus d plus 1 by 4 is equal to 0. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? Simply d plus 1 by 2 the whole square is equal to 0. ഇവിടെ നിന്ന് എന്ത് കിട്ടും? d is equal to minus 1 by 2 minus 1 by 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 റൂട്ട് ഉണ്ട്. ഒന്ന് d is equal to 0, അടുത്തത് d is equal to minus 1 by 2 minus 1 by 2. അപ്പോൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? y is equal to c1 e raised to mx. m എന്ന് പറയുന്നതാണ് ഈ പറയുന്ന റൂട്ട്. റൂട്ട് ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് വരും? e raised to 0x എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. c1 പ്ലസ് ഇവിടെ രണ്ട് റൂട്ട് റിപ്പീറ്റഡ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? c2 പ്ലസ് c3x into e raised to minus 1 by 2x. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. 16ാമത്തെ ചോദ്യം. The differential equation d square plus tan xd plus 8 into y is equal to x raised to 6. ഇത് തന്നിരിക്കുന്നത് ഹോമോജീനിയസ് ആണോ, നോൺ ഹോമോജീനിയസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണോ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം തന്നിരിക്കുന്ന റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നോക്കാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അൺനോൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസ് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസ് ആണ്. അപ്പോൾ അത് ഹോമോജീനിയസ് ആകില്ല. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരിക്കണം? 0 ആണെങ്കിൽ മാത്രമേ അത് ഹോമോജീനിയസ് ആകത്തുള്ളൂ. രണ്ടാമത് നോക്കാം നോൺ ഹോമോജീനിയസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ്. അപ്പൊ തന്നിരിക്കുന്നത് നോൺ ഹോമോജീനിയസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല. തന്നിരിക്കുന്നത് ഹോമോജീനിയസ് ആകും, പക്ഷേ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല. കാരണം എന്താണ്? ഇവിടെ tan x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് അല്ല. മൂന്നാമത് നോക്കാം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിരിക്കുന്നത് ലീനിയർ ആണോ നോക്കാം. d സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്താണ്? അത് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് ഡെറിവേറ്റീവും ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡിഗ്രിയും എല്ലാം 1 ആണ്. പിന്നെ ഡെറിവേറ്റീവിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും
പ്രോഡക്റ്റും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. 17ാമത്തെ ചോദ്യം. The solution of differential equation is given by y is equal to c1 e raised to minus x plus c2 e raised to minus 3x. The coefficient of dy by dx and y in the differential equation is. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ തന്നിരിപ്പുണ്ട്, അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് dy by dx ന്റെയും y ന്റെയും കോഎഫിഷ്യന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y is equal to c1 e raised to minus x and c2 e raised to minus 3x ആണെങ്കിൽ d എന്തായിരിക്കും? നമുക്ക് ഇടുന്ന റൂട്ട് എന്തായിരിക്കും? റൂട്ട് -1 ഉം -3 ഉം ആയിരിക്കും. അപ്പോൾ എനിക്ക് ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം? d plus 1 d plus 3 is equal to 0. ഇതിനെ തിരിച്ച് ഡിഫറൻഷ്യൽ ആക്കാൻ എന്ത് ചെയ്യണം? d plus 1 d plus 3 ഒരു y വരും, കാരണം ഇവിടെ y ആണ് അൺനോൺ, കാരണം ഇവിടെ y ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇക്വേഷൻ എങ്ങനെ എഴുതാം? I can write d square plus 4d plus 3y is equal to 0. This one I can write d square y by ds square plus 4 times dy by dx plus 3 times y is equal to 0. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് dy by dx ന് കോഎഫിഷ്യന്റ് ആണ്, അത് 4 ആണ്. y ന്റെ കോഎഫിഷ്യന്റ് അത് 3 ആണ്. Therefore answer is option A. 18ാമത്തെ ചോദ്യം. Which of the following is not a solution of the differential equation d square y by dt square plus rl into dy by dt plus y divided by lc is equal to 0, given that r square l is equal to 4 by c and rlc is constant. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിനകത്ത് സൊല്യൂഷൻ അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ ഓക്സിലറി ഇക്വേഷനിലേക്ക് മാറ്റുക. Therefore I get d square plus r by l into d plus 1 divided by lc is equal to 0. ഇപ്പോൾ ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാം. minus r by l plus or minus b square എന്താണ്? r square by l square minus 4 times a into c. a 1 ആണ്, c 1 by lc ആണ്, divided by 2 times a 1 ആണ്. പിന്നെ നോക്കാം, ഇവിടെ r square by l is equal to 4 by c തന്നിരിപ്പുണ്ട്. ഇവിടെ എന്താണ്? r square by l square ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടേമിനെ 1 by l വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore I get r square by l square. റൈറ്റ് ഹാൻഡ് സൈഡും 1 by l വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore I get 4 divided by l into c. ഇവിടെ നോക്കാം, അപ്പോൾ ഈ രണ്ട് ടേമും ഈക്വൽ ആണ്. r square by l square is equal to 4 divided by lc. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 0 ആയി പോകും. Therefore ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഈ കംപ്ലീറ്റ് ഇക്വേഷൻ minus r divided by l the whole divided by 2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൂട്ട്സ് എന്തൊക്കെയാണ്? minus r by l by 2, minus r by l by 2. കാരണം ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇപ്പോൾ രണ്ട് റൂട്ട് ഉണ്ടാവും, ആ രണ്ട് റൂട്ടും ഇതാണ്. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? y is equal to, ഇവിടെ രണ്ട് റൂട്ട് റിപ്പീറ്റഡ് ആണ്. Therefore c1 plus c2 t into e raised to minus r divided by 12 into t എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ I can write c1 e raised to minus r divided by 12 into t plus c2 into t into e raised to minus r divided by 12 into t. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തിനകത്ത് സൊല്യൂഷൻ ഏതല്ല എന്നാണ്. അപ്പോൾ ആദ്യത്തെ എടുത്ത് നോക്കാം. y is equal to e raised to minus r divided by 2l into t. അപ്പോൾ അത് ഈ ടേം ആണ്, c1 into e raised to minus r divided by 2l into t. അതായത് ഇത് c2 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആദ്യത്തെ ഇക്വേഷൻ കിട്ടും. Therefore ഇതൊരു സൊല്യൂഷൻ ആണ്. രണ്ടാമത് നോക്കാം, y is equal to t into e raised to minus r divided by 2l into t. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? c1 0 ഉം c2 1 ഉം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t into e raised to minus r divided by 2l into t കിട്ടും. അപ്പോൾ ഇത് ഒരു സൊല്യൂഷൻ ആണ്. അടുത്ത നോക്കാം, e raised to r divided by 2l into t. ഇവിടെ നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? c1 ഉം c2 ഉം ഏത് വാല്യൂ എടുത്താൽ പോലും നമുക്ക് എന്ത് കിട്ടില്ല? e raised to positive r
ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടില്ല. അപ്പൊ ഇതെന്തല്ല, സൊല്യൂഷൻ അല്ല. അപ്പൊ നാലാമത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? C1 ഉം C2 ഉം 1 ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഇതൊരിക്കലും സൊല്യൂഷൻ ആകത്തില്ല. 19ാമത്തെ ചോദ്യം, d cube y by dt cube minus 3 times d square y by dt square plus 3 dy by dt minus y is equal to 0. ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാം? I can write d cube minus 3d square plus 3 times d minus 1 is equal to 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ d is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ d is equal to 1 ആണെന്ന് പറയുന്നത് എങ്ങനെയാ? കംപ്ലീറ്റ് കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 minus 3 3 and minus 1. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അങ്ങനെ 0 ആണ് കിട്ടുന്നതെങ്കിൽ d is equal to 1 ഒരു ഫാക്ടർ ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? I can write d minus 1 into some equation is equal to 0 എന്ന് എഴുതാം. ഇനി ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ യൂസിങ് സിന്തറ്റിക് ഡിവിഷൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1 minus 3 3 minus 1 ഈ കോഎഫിഷ്യന്റ് ഇങ്ങനെ എടുത്ത് എഴുതുക. ദെൻ നമുക്ക് കിട്ടിയ ഫാക്ടർ ഏതാണ്? d is equal to 1 നമുക്ക് ഓൾറെഡി കിട്ടി, അതിവിടെ എഴുതുക. ഇനി 1 നേരെ ഇങ്ങോട്ടേക്ക് എഴുതുക. 1 into 1 1 ആണ്. minus 3 plus 1 we get minus 2. 1 into minus 2 we get minus 2. ഇത് ആഡ് ചെയ്യുമ്പോൾ we get 1. 1 into 1 1. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അങ്ങനെ 0 കിട്ടുവാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് റിമൈൻഡർ ആണ്. വിച്ച് മീൻസ് ഈ 1 ഒരു ഫാക്ടർ ആണെന്നാണ്. അപ്പൊ നമുക്ക് ഫാക്ടർ ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ d സ്ക്വയറിന്റെയും d ന്റെയും d raised to 0ന്റെയും കോഎഫിഷ്യന്റ് ആണ്. അതാണ് തന്നിരിക്കുന്നത് 1 minus 2 1. ഇതെങ്ങനെ എഴുതാം? I can write d square minus 2d plus 1. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I can write d minus 1 into d square minus 2d plus 1 is equal to 0 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ d square minus 2d plus 1ന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഈ d square minus 2d plus 1 എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് d minus 1 the whole square ആണ്. ഇപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? I can write d minus 1 into d minus 1 the whole square is equal to 0. That is d minus 1 into d minus 1 into d minus 1 is equal to 0. നമ്മുടെ റൂട്ട് എന്താണ്? d is equal to 1, 1, 1. ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? y is equal to c1 plus c2 into t plus c3 into t square into e raised to t. ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്ന് റൂട്ടും സെയിം ആണെങ്കിൽ c1 plus c2 into ഇൻഡിപെൻഡന്റ് വേരിയബിൾ പ്ലസ് c3 into ഇൻഡിപെൻഡന്റ് വേരിയബിൾ ദ ഹോൾ സ്ക്വയർ എന്നിട്ട് e raised to ആ റൂട്ട് ഏതാണോ റൂട്ട് into t എന്ന് എഴുതുക. ഓക്കെ, ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. 20ാമത്തെ ചോദ്യം, if y1 and y2 be the two linearly independent solution of the differential equation on an interval x0, x1, whenever the relation c1 y1 plus c2 y2 is equal to 0 for all values of x in that interval implies that. See ഇവിടെ y1 and y2 അത് രണ്ട് linearly independent solution ആണ് തന്നിരിപ്പുണ്ട് and it satisfies the equation c1 y1 plus c2 y2 is equal to 0. അങ്ങനെയാണെങ്കിൽ c1 ന്റെയും c2 ന്റെയും വാല്യൂ എന്തായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതായത് ലീനിയർ ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. അതിലെ രണ്ടാമത്തെ ഡെഫിനിഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു if y1 and y2 are linearly independent solution then I can write c1 y1 plus c2 y2 is equal to 0 only when c1 is equal to c2 is equal to 0. അപ്പോൾ അതിന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് y1 and y2 are linearly independent solution ആണെങ്കിൽ c1 y1 plus c2 y2 is equal to 0 only when c1 is equal to c2 is equal to 0. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പർട്ടിക്കുലർ ഇന്റഗ്രൽ ആണ് പഠിക്കാൻ പോകുന്നത്.